ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ വറുത്തരച്ച സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി സാമ്പാറിന് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ ഞാനിവിടെ പരിപ്പാണ് വേവിക്കാൻ വെക്കുന്നത്. ആവശ്യത്തിന് പരിപ്പ്, അതായത് നിങ്ങളുടെ ചോയ്സ്. ഒരു കൈമലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വേവിച്ച് എടുക്കുക. ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി പച്ചക്കറികളെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. വെണ്ടയ്ക്ക ഞാൻ വേറെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ച് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് വഴറ്റുക. ഇതിലേക്ക് മുരിങ്ങാക്കാനായി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം പച്ചക്കറികളെല്ലാം ഹാഫ് വെന്തതിന് ശേഷം മാത്രമേ ഞാൻ മുരിങ്ങാക്ക ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് മുളകും, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞളും, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്തിരിക്കുക. ഇനി ഇത് നന്നായി പച്ചമണം മാറുന്നത് വരെ, അതായത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറി വേവാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചക്കറി മുങ്ങി വേവണം, എന്നാലാണ് നല്ല ഇതിൽ വെന്ത് കിട്ടും. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതിനാണ് നമ്മൾ പ്രധാന സാധനം. തേങ്ങ, കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് ജീരകം, കുറച്ച് 2-3 വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും എടുത്തിട്ട് നമുക്ക് നന്നായി വറുക്കണം. അതിന് മുന്നേ നമ്മൾ തേങ്ങയാണ് ഫസ്റ്റ് ഹാഫ് വറുത്തതിന് ശേഷമാണ് നമ്മൾ ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുന്നത്. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല സ്മെല്ലെല്ലാം വന്ന് നല്ലൊരു ഒത്ത ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇത് നമ്മളതിന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് അടിച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച മുരിങ്ങാക്ക ഇട്ട് കൊടുക്കുക. ഏകദേശം ഹാഫ് വേവ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറി. ഇനി മുരിങ്ങാക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വെന്ത പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പും ചേർത്ത് നമ്മൾ നന്നായി സാമ്പാർ കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കണം, മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് പച്ചക്കറി അടിഞ്ഞു പോകാതെ നോക്കണേ. ഇനി ഇതിലേക്ക് പുളിയാണ് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. 1 ടേബിൾ സ്പൂണ്
വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വെണ്ടക്ക കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റി ഇതാണ് സാമ്പാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം വെണ്ടക്ക സാമ്പാറിൽ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിഞ്ഞു പോകും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത പിന്നെ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മളെ വറുത്തരച്ച തേങ്ങ ഇതിലേക്ക്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇത്. വറുത്ത് നല്ല നൈസായിട്ട് അരച്ച് വെച്ച തേങ്ങയാണ് ഞാനിവിടെ ചേർക്കാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി, ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണാണ് കായപ്പൊടി എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഈ സാമ്പാറിലിട്ടിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി കാച്ചിയേ വേണ്ടൂ. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുക്, കറിവേപ്പില, ഉലുവ, ചെറിയ ജീരകം, കായ്മുളക് അതെല്ലാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചട്ടി കാച്ചുന്നത് പോലെ തന്നെ. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരണ്ടിയിട്ടാണ് സാമ്പാറിലിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ നാടൻ സാമ്പാർ, അതായത് നാടൻ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക വറുത്തരച്ചിട്ട്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.